ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് പ്ലാന്റുകളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്. അതുപോലെ DTDC വഴിയാണ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയക്കുന്നത്. പ്ലാന്റുകൾ അയച്ചാൽ 2 ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതാണ്. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീട്ടിലേക്ക്. ആദ്യത്തെ പ്ലാന്റ് വരുന്നത് റംബൂട്ടാൻ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ റംബൂട്ടാൻ തൈകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല NATയുടെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്ക് വന്നിട്ടുണ്ട്. ചെറിയ തൈയാണ് കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള ചെറിയ തൈകളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ കാണുന്ന തന്നെയാണ് ഇതിന്റെ സൈസ് വരുന്നത്. ചില ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ട് പിന്നെ പ്ലാന്റിന്റെ സൈസ് ഫോട്ടോസ് അയക്കാൻ പറയാറുണ്ട്. അപ്പം നമുക്ക് നല്ല തിരക്കിന്റെ സമയത്ത് നമുക്ക് ഫോട്ടോസ് ഒന്നും അയക്കാൻ പറ്റുന്ന വരില്ല കേട്ടോ. ഈ വീഡിയോ കാണുന്ന സെയിം സൈസ് തന്നെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. ഈ ഒരു വലിപ്പമാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള NATയുടെ റംബൂട്ടാന്റെ വില വരുന്നത് 250 രൂപയാണ്. 250 ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം കേട്ടോ. അടുത്ത് വരുന്നത് നല്ല ഹൈബ്രിഡ് വെറൈറ്റി, അതായത് തായ് കിങ്ങിന്റെ നല്ല അടിപൊളി ഞാവലാണ് കേട്ടോ. ബ്ലാക്ക് ഞാവലിന്റെ തൈകളാണ്. ഒരുപാട് ആൾക്കാർ ഞാവലിന്റെ തൈകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ്. 2 വർഷം കൊണ്ടൊക്കെ നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന തൈകളാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. 350 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്നത് ലോങ്ങന്റെ തൈകളാണ്. ലോങ്ങന്റെ തൈകൾ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് വന്നേക്കുന്നത്. നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വന്നേക്കുന്നത്. ഒരുപാട് ആൾക്കാർ ലോങ്ങന്റെ തൈകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ്. അത്യാവശ്യം നല്ല റയർ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. ഇതിന്റെ വില വരുന്നത് 850 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്നത് മാൻഡറിൻ ഓറഞ്ച് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മളോട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് ഓർഡർ വന്നിരുന്ന പ്ലാന്റ് ആണ് മാൻഡറിൻ ഓറഞ്ച്. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമുള്ള പഴങ്ങളാണ് മാൻഡറിൻ ഓറഞ്ച്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിൽ നമുക്ക് കായ്കൾ ലഭിക്കുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം. 300 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന സ്വീറ്റ് മാൾട്ട ഓറഞ്ച് ആണ് കേട്ടോ. നല്ല ഈ ഒരു വലിപ്പമുള്ള നല്ല ലെയർ ചെയ്ത തൈകൾ, ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് പ്ലാന്റിന്. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം. സ്വീറ്റ് മാൾട്ട ലെമന്റെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 300 രൂപയാണ്. അടുത്ത് വരുന്ന അബിയുന്റെ തൈകളാണ്. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും തൈകൾ വന്നിട്ടുണ്ട്. അബിയുന്റെ ചെറിയ തൈകൾ കേട്ടോ. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നമുക്ക് ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി വെറൈറ്റിയാണ് അബിയുന്റെ തൈകൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് 200 രൂപയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന തായ് സപ്പോട്ടയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ട്രിമ്മിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, ഇപ്പൊ തന്നെ നമുക്ക് ചിലതിലൊക്കെ കായ്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ്. 1 വർഷം കൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ കായ്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് തായ് സപ്പോട്ടയുടെ വെറൈറ്റി. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. നല്ല ഹോം ഗ്രൗണ്ടിന്റെ തൈകളാണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം. 350 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്നത് ജബോഡിക്കബയുടെ തൈകളാണ്. നല്ല റെഡ് വെറൈറ്റി ആണ്. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിന്റെ വില വരുന്നത് 450 രൂപയാണ്. മരമുന്തിരി നമുക്ക് ചട്ടിയിലൊക്കെ, അതായത് പോട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന, വലിയ പോട്ടിലൊക്കെ ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 450 രൂപയാണ്. അടുത്ത് വരുന്ന അർക്കാക്കിറിന്റെ പേരയാണ് കേട്ടോ. നല്ല സൂപ്പർ വെറൈറ്റി ആണ് അർക്കാക്കിറിന്റെ പേര. പെട്ടെന്ന് തന്നെ നമുക്ക് കായ്കൾ വയ്ക്കും. നല്ല ബഞ്ചായിട്ട് കായ്ക്കുകയും ചെയ്യുന്ന വെറൈറ്റി ആണ് അർക്കാക്കിരൻ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. ഇതിന്റെ വില വരുന്നത് 300 രൂപയാണ്. അടുത്ത് വരുന്ന തായ് പിങ്കിന്റെ പേരാണ്. തായ് പിങ്കിന്റെ നല്ല ഹോം ഗ്രൗണ്ടിന്റെ തൈകളാണ് വന്നേക്കുന്നത്. അടിപൊളിയായിട്ടുള്ള തൈകളാണ്. എല്ലാത്തിനും കായ്കളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുള്ള ചെറിയ തൈകളാണ്. 1 വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ നമുക്ക് കായ്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത്. 250 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ഇത് വരുന്നത് ജാർവി റെഡ് ആണ്. ജാർവി റെഡിന്റെ പേരയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ജാർവി റെഡിന്റെ. കായ്കളൊക്കെ ചിലതിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കായകളാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം. 350 രൂപയാണ് ജാർവി റെഡിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന കുളമ്പ് മാവിന്റെ തൈകളാണ്. നല്ല ബഡ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള തൈകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിന്റെ വില വരുന്നത് 250 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന കടപ്ലാവിന്റെ തൈകളാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഡ്രമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ബഡ് ചെയ്ത തൈകളാണ് വന്നേക്കുന്നത്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കടപ്ലാവിന്റെ തൈകൾ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 300 രൂപയാണ് ഇതിന്റെ വില. അടുത്ത് വരുന്ന അവക്കാഡത്തിന്റെ തൈകളാണ്. ബട്ടർ ഫ്രൂട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതും നമുക്ക് ട്രിമ്മിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ്. ട്രിമ്മിലും അതുപോലെ, ഞാൻ ട്രിമ്മിൽ എന്ന് പറയുമ്പോൾ ട്രിമ്മിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് പറയുന്നത്.
അല്ലാതെ നമുക്ക് നിലത്തും വളർത്താൻ പറ്റുന്ന തറയിലും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് വന്നേക്കുന്നത്. ആവശ്യമുള്ളവർ അറിയിക്കുക. 300 രൂപയാണ് ഇതിന്റെ വില. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.